നമസ്കാരം. സിറിയയിൽ അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം ആദ്യം പ്രതികരണവുമായി മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ്. സിറിയ വിടാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും വിമതരോട് പോരാടാൻ തന്നെയായിരുന്നു തീരുമാനമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. നേരത്തെ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് സിറിയ വിട്ടതെന്ന തരത്തിൽ വരുന്ന വാർത്തകൾ അസദ് നിഷേധിച്ചു. റഷ്യ തന്നെ ഒഴിപ്പിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തന്നെ ഒഴിപ്പിച്ചത് എന്നാണ് വിശദീകരിക്കുന്നത്. ഡിസംബർ 8 രാവിലെയാണ് ദമസ്കസ് വിട്ടത്. ദമസ്കസിന്റെ നിയന്ത്രണം വിമതർ ഏറ്റെടുത്തതിന് പിന്നാലെ ആയിരുന്നു ഇത്. ആദ്യം ലതാക്കിയ പ്രവിശ്യയിലെ റഷ്യൻ സൈനിക കേന്ദ്രത്തിലേക്കാണ് മാറിയത്. അവിടെ തുടർന്നുകൊണ്ട് പോരാടാൻ ശ്രമിച്ചു. എന്നാൽ സൈനിക കേന്ദ്രത്തിനു നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നതിനു പിന്നാലെ തന്നെ റഷ്യയിലേക്ക് മാറ്റാൻ അവർ തീരുമാനമെടുത്തു. 2 ഘട്ടത്തിലും അധികാരം ഒഴിയുന്നതിനെ പറ്റിയോ മറ്റൊരു രാജ്യത്ത് അഭയം തേടുന്നതിനെ പറ്റിയോ ചിന്തിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥനയോ ഒരു വ്യക്തിയോടോ സംവിധാനങ്ങളോടോ ഉന്നയിച്ചിട്ടുമില്ല. പോരാട്ടം തുടരാനാണ് ഉറച്ചിരുന്നതെന്നും രാജ്യം വിട്ടതിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ അസദ് അവകാശപ്പെടുന്നു. രാജ്യം വിടുന്നതിനിടെ അസദ് 2052 കോടി രൂപ മോസ്കോയിലേക്ക് കടത്തിയെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അസദിന്റെ ബന്ധുക്കൾ ഈ കാലഘട്ടത്തിനിടെ റഷ്യയിൽ വൻതോതിൽ ആസ്തികൾ വാങ്ങിക്കൂട്ടിയെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.